KSRTC ഓർമ്മ എക്സ്പ്രസ് യാത്ര ആരംഭിച്ചു. ആദ്യ യാത്രക്കാരായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ, ജനം TV ചെയർമാനും സംവിധായകനുമായ പ്രിയദർശൻ, നിർമ്മാതാവും നടനുമായ മണിയൻ പിള്ളരാജു, നന്ദു എന്നിവരും സഞ്ചരിച്ചു. KSRTCയുടെ പ്രസക്തിയും ജനകീയതയും വർദ്ധിപ്പിക്കുന്ന ഓർമ്മ എക്സ്പ്രസ് യാത്രയ്ക്ക് ജനങ്ങളും ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. KSRTCയുടെ ഓർമ്മ എക്സ്പ്രസ് നിരത്തിലിറങ്ങി. ആദ്യ യാത്രയിൽ സംവിധായകനും ജനം TV ചെയർമാനുമായ പ്രിയദർശൻ, നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ളരാജു, നന്ദു, ഹരി പത്തനാപുരവും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനോടൊപ്പം സഞ്ചരിച്ചു. ബുധനാഴ്ചയും ഓർമ്മ എക്സ്പ്രസ് ഉണ്ടായിരിക്കും. KSRTCയുടെ നല്ല നാളെ ലക്ഷ്യമിടുന്ന റീബ്രാൻഡിങ്ങിന്റെ ഭാഗമായാണ് ഓർമ്മകളിലേക്കുള്ള ഈ യാത്ര. കനകക്കുന്നിൽ വെള്ളി മുതൽ ഞായർ വരെ നടക്കുന്ന KSRTC ഓട്ടോ എക്സ്പോയിലേക്ക് വിളംബരം കൂടിയായിരുന്നു ഈ യാത്ര. കഴിഞ്ഞ ദിവസം കവടിയാർ സ്ക്വയറിൽ നിന്ന് പുറപ്പെട്ട ഓർമ്മ എക്സ്പ്രസ് രാജ്ഭവൻ, അയ്യങ്കാളി പ്രതിമ, മാനവീയം വീതി വഴി യാത്ര ചെയ്ത് നിയമസഭയ്ക്ക് മുന്നിൽ അവസാനിച്ചു. ചെങ്ങന്നൂർ ജംഗ്ഷനിൽ നിന്ന് താൻ കയറുന്ന അതേ KSRTC സ്റ്റുഡന്റ് ഒള്ളി ബസ്സിൽ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അന്ന് കയറുമായിരുന്നുവെന്നും ഞങ്ങളെല്ലാം ഫുട്ബോളിൽ നിന്നാകും യാത്ര ചെയ്യുന്നതെന്നുമുള്ള കോളേജ് കാലഘട്ടത്തിലെ ബസ് യാത്ര ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയദർശൻ പറഞ്ഞു. ഫുട്ബോളിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. പക്ഷെ അന്നത്തെ ഭയങ്കര രസമായ കാര്യങ്ങൾ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ, ചെങ്ങന്നൂർ ജംഗ്ഷനിൽ ഞാൻ കയറും, അതേ വണ്ടിയിൽ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അത് അവരെല്ലാം MG കോളേജ്, നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജാണ്. ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും, അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ പ്രായത്തിൻ്റെ കുറേ കളികളുണ്ടല്ലോ. ആ സമയത്ത് ചില ശത്രുത, 2 ഗ്യാങ്ങായി, 4-5 ഗ്യാങ്ങായി, മാരിവാനിസ് MG ഒരു ഗ്യാങ്ങായി, യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ്, ഒറ്റ വണ്ടിയേ ഉള്ളൂ, സ്റ്റുഡൻസ് ഓൺലി. അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര രസമാണ്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ റൂട്ടുകളിൽ കല, സാഹിത്യ, കായിക ശാസ്ത്ര രംഗത്തെ പ്രശസ്തരായ മലയാളികൾ ഓർമ്മ എക്സ്പ്രസിൽ യാത്ര ചെയ്യുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അന്നത്തെ ബസ്സിലെ പ്രണയങ്ങൾ, ബസ്സിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവർ, അവരെല്ലാം വരും ദിവസങ്ങളിൽ ഓർമ്മ എക്സ്പ്രസിൽ യാത്ര ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. 22-ാം തീയതി മുതൽ എല്ലാ വാഹനങ്ങളുടെ ഒരു എക്സ്പോ ഉണ്ട്. KSRTC സംഘടിപ്പിക്കുന്ന, കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പോ നടത്തുന്നത്. നമ്മൾ ഈ KSRTCക്ക് വരുന്ന വണ്ടികൾ, വെറൈറ്റി വണ്ടികളുണ്ട്. അതുകൂടാതെ മറ്റ് വാഹനങ്ങൾ നിർമ്മാതാക്കളുടെ വണ്ടികളും എല്ലാം വെച്ചുകൊണ്ടുള്ള ഈ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും വരുന്ന ഒരു എക്സ്പോ 3 ദിവസം, 22 എല്ലാവർക്കും സൗജന്യമാണ് പ്രവേശനം. വൈകിട്ട് കലാപരിപാടിയുണ്ട്. KSRTC ജീവനക്കാരുടെ തന്നെ കലാപരിപാടിയാണ്. വെള്ളിയാഴ്ച തുടങ്ങുന്ന ദിവസം ഈവനിങ് പ്രോഗ്രാം KSRTC ജീവനക്കാരും അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും അവർ പെർഫോം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഫസ്റ്റ് ഡേ. പിന്നെ 2 ദിവസം വേറെ പ്രോഗ്രാമുകളുണ്ട്. അത് ശനിയും ഞായറുമായിട്ട് പ്രോഗ്രാമുണ്ട്. എല്ലാ ദിവസവും രാവിലെ മുതൽ ഈ പ്രദർശനമുണ്ട്. രസകരമായ ഒരുപാട് പൗര്യൻ കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. KSRTC CMD ഡോക്ടർ PS പ്രമോദ് ശങ്കറും ഓർമ്മ എക്സ്പ്രസിൽ യാത്ര ചെയ്തു. KSRTCയുടെ പ്രസക്തിയും ജനകീയതയും വർദ്ധിപ്പിക്കുന്ന ഓർമ്മ എക്സ്പ്രസ് യാത്രയ്ക്ക് ജനങ്ങളും ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. ജനം, തിരുവനന്തപുരം.